ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ഗറീന ഇറക്കിയ ഒരു ഓപ്പൺ വേൾഡ് GTA ലൈക്ക് ഗെയിമിനെ കുറിച്ച് നോക്കാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ കൊടുത്ത ഡൗൺലോഡ് ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ പ്ലേയേഴ്സും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗെയിമിൻ്റെ പേര് ഫ്രീ സിറ്റി എന്നാണ്. നിങ്ങളെ പ്ലേ സ്റ്റോറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സെർവറിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കി പോവാം. അപ്പോൾ ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഗ്രാഫിക്സാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. ലോ ക്വാളിറ്റിയാണ് ഇട്ടേക്കുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൽ ലാഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലോ ക്വാളിറ്റി ഇട്ടത്. വീഡിയോ റെക്കോർഡിങ് ഇട്ടിട്ട് പോലും ഈ ഒരു 6GB റാം ഫോണാണ്. അതിനകത്ത് ലാഗ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു 4GB റാം ഫോണിൽ വീഡിയോ റെക്കോർഡൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നല്ല ഹൈ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റും. അതിൽ കുറഞ്ഞ ഡിവൈസസൊക്കെയാണ് ഗ്രാഫിക്സ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്തൊരു RP സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു മാപ്പിൽ ജസ്റ്റ് നമുക്ക് മാത്രം, അതായത് ഫ്രണ്ട്സിന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഞാനൊരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് കയറിയ സമയത്ത്, അതായത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കയറിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് അത് അല്ല, നമുക്കൊരു RP കണക്ക് തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഇതിനകത്തേക്ക് നമുക്ക് വരുന്നു. മൈക്ക് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഞാൻ റീസെൻ്റായിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പ്ലേയേഴ്സിന്, നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയല്ല എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. അതും കൂടെ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ കളിക്കുന്ന വേറെ സർവേഴ്സിലായതുകൊണ്ട് തന്നെ നമ്മളെ മലയാളികളും അങ്ങനത്തെ പ്ലേയേഴ്സുകൾ ആരും തന്നെ കാണത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന ഇന്ത്യയിലേക്ക് സെർവർ വരുമ്പോഴത്തേക്കും ഒരുവിധം ശരിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു RP മോഡല്ലാതെ ഓഫ്ലൈൻ മോഡാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. കൂടുതലായിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ ബാങ്ക് റോബറീസ് കാര്യങ്ങളും എല്ലാം തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഫ്രീ ഫയറിന് ഒരു 5 ഇരട്ടി ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെഹിക്കിൾ കാര്യങ്ങളുടെ കൺട്രോളൊക്കെ ഓക്കെയാണ്. പക്ഷേ ആദ്യ ടൈമുകളിൽ ഈ ഒരു ഗെയിമിൻ്റെ വെഹിക്കിൾ കൺട്രോൾ ശരിയല്ലായിരുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നോക്കിയിട്ട് വെഹിക്കിൾ കൺട്രോളൊക്കെ അത്യാവശ്യം നല്ലൊരു കൺട്രോൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിന് പറയത്തക്കോണം ഇപ്പോൾ ഒരു കുറ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്മൂത്തായിട്ട് നമ്മളൊരു 4GB റാമുള്ള ഡിവൈസ് നമുക്ക് റണ്ണാക്കി എടുക്കാനും പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതുപോലെ തന്നെ ലോഗിനും എറർ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ കണക്കത്തെ ലിങ്ക് അല്ല. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് ചെല്ലുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്ഷൻ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഡയറക്റ്റ് ഫയൽ ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതിനോടെ തന്നെ ഞാൻ VPN ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ രണ്ടെണ്ണം നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു VPN യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ സിറ്റി ആപ്പ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നും ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫുൾ സെറ്റപ്പ് വേണമെങ്കിൽ ഇതിന് മുമ്പ് മുമ്പായിട്ടൊരു വീഡിയോ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്.